ഒന്ന് ശ്രദ്ധിച്ചു. സൂറത്ത് സുമർ ഓതുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അന്ന് അദ്ദേഹം ഭയങ്കരമായിട്ട് വിതുമ്പിക്കരഞ്ഞു. കാരണം ആ ആയത്ത് വല്ലാത്തൊരായത്താണ്, നമുക്കൊക്കെ പ്രതീക്ഷയുടെ ആയത്താണ്. ഖുൽ, നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ദേഹത്തോട് ഏറ്റവും കൂടുതൽ പാപം ചെയ്ത മനുഷ്യരോട് അഥവാ ഇവരോട് നിങ്ങൾ പറഞ്ഞേക്കിൻ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, ഒരിക്കലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് ആശയറ്റു പോകണ്ട എന്ന് പറഞ്ഞേക്കിൻ. ആശയറ്റു പോകണ്ട, പ്രതീക്ഷിച്ച് നിൽക്കാൻ പറയും. ആരോടായി പറയുന്നത്? ഇത്രയും ക്രൂരത ചെയ്ത മനുഷ്യർക്ക് അള്ളാഹു ആകാശലോകത്ത് ആയത്തിറക്കാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. എന്നിട്ട് അല്ലാഹു അതിനൊന്നും കൂടി ഉറപ്പിച്ച് പറയാണ്, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവൻ ആരാന്നറിയുമോ? അൽ ഗഫൂർ അർ റഹീം, അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനും അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനുമാണെന്ന് അവരോട് പറഞ്ഞേക്കിൻ. സഹോദരന്മാരെ, വഹ്ശിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകി. ഈ മാപ്പ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പ് നൽകാതിരിക്കുമോ? അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ടത് എന്താണ്? നമുക്ക് ഏറ്റവും വലിയ തേട്ടം, ഏറ്റവും വലിയ തൗബ, നമ്മുടെ ജീവിതത്തിനെ എങ്ങനെയൊക്കെയോ ചിട്ടവട്ടപ്പെടുത്തുന്നതിൽ എവിടേക്കോ ചെറിയ ചെറിയ വീഴ്ചകൾ വന്നു പോയി. അതുകൊണ്ട് പൂർണ്ണമായ തൗബയോടുകൂടി അള്ളാഹുവിലേക്കുള്ളൊരു അടുപ്പം. എനിക്കെൻ്റെ അള്ളാഹുവിനറിയണം, ഈ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണം. ആകെ ഒരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതത്തിലെല്ലാം ആവർത്തിക്കാം, പക്ഷെ ജീവിതം ഇനി ആവർത്തിക്കുകയില്ല. ഈ ദുനിയാവിൽ നമുക്ക് ഒരൊറ്റ ജീവിതം മാത്രം, ഒരൊറ്റ ജീവിതമേ ദുനിയാവിലുള്ളൂ. അത് ലാസ്റ്റാണ്, അത് ഫസ്റ്റുമാണ്. സഹോദരന്മാരെ, ഇനിയൊരു ജീവിതം ഈ ദുനിയാവിൽ നമുക്കില്ല. ഈ ദുനിയാവിൻ്റെ ഈ ജീവിതത്തിൽ ഈ സന്ദർഭത്തിലെങ്കിലും എൻ്റെ അള്ളാഹുവിനെ അറിയാൻ, എൻ്റെ അള്ളാഹുവിലേക്ക് തൗബയോടുകൂടി ഒന്ന് അടുക്കണം. എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ചൊന്ന് ജീവിക്കണം. സഹോദരന്മാരെ, അള്ളാഹുവിൽ നമുക്കുള്ള യഖീന് പോലെ ഉണ്ടാകേണ്ടുന്ന ഒന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ള യഖീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അത് നമ്മുടെ ജീവിതമാക്കി തീർക്കലാണ്. സഹാബാക്കൾ അതിനുവേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചു. അവർ കേവലം അനുസരിക്കുക മാത്രമല്ല ചെയ്തത് സഹോദരന്മാരെ, അവർ ഇത്താഅത്തും നടത്തി, ഇത്തിബാവും നടത്തി. ഇത്താഅത്ത് എന്ന് പറഞ്ഞാൽ അനുസരിക്കലാണ്, ഇത്തിബാ എന്ന് പറഞ്ഞത് രണ്ടും ഖുർആന്റെ വാക്കാണ്. കാരണം അത്തിയുല്ലാഹ് വ അത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക, ഇത് അള്ളാഹുവിൻ്റെ ഒരു സ്ഥലത്തുള്ള വാക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, അവിടെ ഇത്തിബാ ചെയ്യാനാണ് പറഞ്ഞത്. സഹോദരന്മാരെ, ഇത്തിബാ എന്ന് പറഞ്ഞാൽ എന്താണ്? പിൻപറ്റലാണ്. ഇംഗ്ലീഷ് അറിയുന്ന മക്കൾ അതിൻ്റെ അർത്ഥം ഒന്ന് ഇംഗ്ലീഷിലൊന്ന് നോക്കിൻ, ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട തഫ്സീറുകളുടെ അതിലൊന്ന് നോക്കിൻ. പിൻപറ്റുക എന്ന് പറഞ്ഞാൽ, അഥവാ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ, അല്ല ഖുർആൻ്റെ വ്യാഖ്യാനത്തിൽ, ഇത് ഖുർആൻ്റെ ആയത്താണ്, അതിൽ നോക്കിൻ. പിൻപറ്റുക എന്ന് പറഞ്ഞിടത്ത് ബ്രാക്കറ്റിലൊരു കാര്യം കൊടുത്തിട്ടുണ്ടാവും, ജസ്റ്റ് ലൈക്ക് ഷാഡോ. ജസ്റ്റ് ലൈക്ക് ഷാഡോ എന്ന് പറഞ്ഞാൽ എന്തുപോലെ? നിഴൽ പോലെ. നിഴൽ നമ്മളിപ്പോൾ എങ്ങോട്ട് അനങ്ങിയാലും അനങ്ങിയ പോലെ അനങ്ങുള്ളൂ. അല്ലാതെ കൈ ഇങ്ങനെ അനങ്ങിയപ്പോൾ ഞാൻ നിഴൽ വിചാരിച്ചു എപ്പോഴും ഇപ്പം അങ്ങനെയല്ല അനങ്ങണത്, ഇങ്ങനെ ഒന്ന് അനങ്ങി നോക്കുക, അതില്ല. നിഴൽ പോലെ അനങ്ങിയേക്കുക, അതാണ് ഇത്തിബാ. പിൻപറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നിൽ എപ്പോഴും പറ്റിക്കൊണ്ടുള്ളത് എന്താണ്? നമ്മുടെ നിഴലാണ്. നമ്മൾ വിചാരിച്ച് ചില മലയാളമൊക്കെ പറയുമ്പോൾ അനുകരിക്കുക എന്ന് പറയും. അപ്പോൾ ചില ആളുകൾ പറയും അനുകരിക്കുക എന്ന് അത്ര അങ്ങോട്ട് പറയണോ? അനുകരിച്ചുകൊണ്ടേ ഇരിക്കുക. പിൻപറ്റുക എന്ന് പറഞ്ഞാൽ പോലെ. സഹോദരന്മാരെ, മലയാളത്തിൻ്റെ ഡിക്ഷണറി ഡെപ്തായിട്ട് നോക്കി ഞാനൊരു സദസ്സിനോടായി പറയുന്നത്, അനുകരിക്കുന്നതിനേക്കാളും ഡെപ്ത് വാക്ക പിൻപറ്റൽ. അനുകരിക്കുക എന്ന് പറഞ്ഞതിനേക്കാളും ഒരു നേല് പോലെ നിന്നോടുക്കൊണ്ടൊരു സാധനമാണ് എന്ത്? പിൻപറ്റൽ. അത് കേവലം അതൊന്നുമല്ല, പിന്നിൽ പറ്റലാണ്. നേല് പോലെ കൈയനങ്ങിയാൽ അനങ്ങണം, കാലനങ്ങിയാൽ അനങ്ങണം, തലയനങ്ങിയാൽ അനങ്ങണം. ജസ്റ്റ് ലൈക്ക് ഷാഡോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എന്താണ് പിന്നെ നമുക്ക് ഒഴിവാക്കാനുള്ളത്? ഏതനക്കമാണ് നമുക്ക് ഒഴിവാക്കാനുള്ളത്? സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണമെങ്കിൽ ഉലമാക്കൾ പറയുന്നുണ്ട്, ഒന്ന് അല്ലാഹുവിലുള്ള യഖീൻ, അല്ലാഹുവിൻ്റെ വാക്കിലുള്ള യഖീൻ. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ള യഖീൻ. നാലാമത് നമുക്കുണ്ടാകേണ്ടത് സഹോദരന്മാരെ, ഹബ്ബുർ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വല്ലാത്ത സ്നേഹമാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ ആരും മുഅ്മിനാവുകയില്ല. ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി,
മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, പിന്നെയോ ഇനി ചിലപ്പോൾ ചിലർക്കൊക്കെ മാതാപിതാക്കളും ഭാര്യാസന്താനങ്ങളെക്കാളൊക്കെ ഇഷ്ടം ചിലപ്പോൾ സുഹൃത്തുക്കളോടോ മറ്റു പല ജനങ്ങളോടോ ആയിരിക്കും. അവിടെ വിശ്വാസം അതും കൂടി പൂർത്തിയാക്കാണ്. വന്നാസി അജ്മഈൻ, മുഴുവൻ മനുഷ്യരാശിയേക്കാൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ആരും മുഅ്മിനാവുകയില്ല. സഹോദരന്മാരെ, ഇനി നമ്മുടെ നെഞ്ചിൽ കൈവച്ച് അല്ലെങ്കിൽ ഇപ്പം തൽക്കാലം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്കാരോടാണ് സ്നേഹം? ജീവിതത്തിൽ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണോ കൂടുതൽ മുഹബ്ബത്ത്? നമ്മൾ ചിലപ്പം പറയും സ്വല്ലല്ലാഹു. ഏതുപോലെ ഒരു ഉദാഹരണം പറയുകയാണേ. കൊല്ലം ടൗണിൽ നമ്മൾ ചെന്നു, ഫുൾ കടയിൽ പോയിട്ട് പറഞ്ഞു, എൻ്റെ ബാപ്പ ഭയങ്കര സംഭവമാണ്, എൻ്റെ ബാപ്പയെ അനുകരിക്കും ഞാൻ, എൻ്റെ ബാപ്പ അങ്ങനെയാണ്. അങ്ങനെ ഈ മകൻ വാപ്പയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ട് കടക്കാർക്ക് ആകെ അത്ഭുതം. ഓ, ഈ കാലത്ത് ഇങ്ങനെ ഉണ്ടാവും ഒരു മകൻ, വാപ്പയെ ഇങ്ങനെ സ്നേഹിക്കുന്നൊരു മോന്. എൻ്റെ കരളിൻ്റെ കഷ്ടമാണ് വാപ്പ. വാപ്പ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും, കേട്ടേ പറ്റൂ. എൻ്റെ പിതാവ് അങ്ങനത്തെ ഒരു മഹാനായ മനുഷ്യനാണ്. ഇതൊക്കെ എല്ലാ കടക്കാരോടും ഗസ്റ്റ് ചെയ്ത് പറഞ്ഞു പോന്ന്. എന്നിട്ടൊരു 5-8 കിലോമീറ്റർ അപ്പുറത്തെ വീടെന്ന് വിചാരിക്കും. ബൈക്കൊക്കെ സൈഡാക്കി വീട്ടിലേക്ക് ഇങ്ങനെ കയറുകയാണ്. കയറുന്ന സമയത്ത് ഈ പറയപ്പെട്ട വാപ്പണ്ട് കോലയിൽ ഇരിക്കുന്നത്, ഇവിടെ സിറ്റ് ഔട്ടിൽ. മോനോട് ചോദിച്ചു, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ എവിടുന്നാണ് വരുന്നത്? ഞാൻ ടൗണിൽ നിന്നാണ് വരുന്നത്, കൊല്ലം ടൗണിൽ നിന്ന്. ഞാൻ മറന്നുപോയി നിന്നോടൊരു കാര്യം പറയാൻ, ഒരു മരുന്ന് വാങ്ങിക്കാനെങ്കിൽ ഒന്നും കൂടി ഒന്ന് പോയിട്ട് വന്നാൽ. എന്നെ കൊണ്ടാവില്ല. ഇതിനെന്താ ഒരു കണക്കൊക്കെ അല്ലേ? ഇതിനല്ലേ ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നടിച്ചാൽ പോരായിരുന്നില്ല നിങ്ങൾക്ക്? ഞങ്ങൾക്ക് കൊടുന്നുതരില്ല ഇത്. അത് ഇനിയിപ്പോൾ അങ്ങോട്ട് തന്നെ പോകും, അങ്ങോട്ട് തന്നെ വരും. ഇതൊന്നും നടക്കണ കാര്യമൊന്നുമില്ല. ഞാൻ നാളെ രാവിലെ പോകുമ്പോൾ കൊണ്ടുവരാം. സഹോദരന്മാർ, ഈ സ്നേഹത്തിന് എന്ത് പേരാണെന്ന് നമ്മളെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. ഈ സ്നേഹത്തിൻ്റെ പേരെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന കാര്യം. പക്ഷേ ആ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല, പൂർത്തീകരിച്ച് അതവിടെ നിൽക്കട്ടെ. ചെയ്യണ്ട എന്ന് പറഞ്ഞത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യണ്ട എന്ന് പറഞ്ഞത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്ത് സ്നേഹമാണ് നമുക്കുള്ളത്? ഈ വാപ്പ പറയാണ്, ഇനിയിപ്പോൾ ടൗണിക്ക് പോണ്ട, ഒരു കാര്യമില്ലാതെ അവൻ പോവാണ്, എന്നാലും പോണ്ട, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം ഒന്നും കൂടി. സഹോദരന്മാരെ, ചെയ്യണം എന്ന് പറഞ്ഞത് ചെയ്യുന്നില്ല, നമുക്ക് പൂർത്തിയാക്കി ചെയ്യാൻ പറ്റുന്നില്ല. അള്ളാഹു നമ്മളെ കൊണ്ട് പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. പക്ഷെ ചെയ്യണ്ട, അതിലേക്ക് അടുക്കരുത്, ഇത് ചെയ്യരുത്. കാത്തിബുഹു വമൂക്കിലുഹു വശാഹിദുഹു, നിങ്ങൾ എഴുതി വെച്ചാലും ശരി, വക്കാലത്ത് നിന്നാലും ശരി, നിങ്ങൾ അതിന് സാക്ഷി വെച്ചാലും ശരി, എല്ലാവരും നരകത്തിലേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. എന്നിട്ടും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ത് സ്നേഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾക്ക് ഉണ്ടാവുക? സഹോദരന്മാരെ, എന്നാൽ സഹാബാക്കളുടെ അവസ്ഥ എന്തായിരുന്നു? സഹാബാക്കളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? സഹോദരന്മാരെ, ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു തആല, ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു തആല തൊഴുത്തിൽ കിടന്നിറങ്ങിയിരുന്ന മനുഷ്യനാണ്. സാധാരണ കവിതകളിലൊക്കെ റുബായിയാത്തുകളിലൊക്കെ തൊഴുത്തിൻ്റെ പുത്രൻ എന്നൊരു വാക്ക് വരാറുണ്ട്. തൊഴുത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അതാരാണ്? ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു തആല. കാരണം മുമ്പേ കിടന്നിറങ്ങിയിരുന്ന തൊഴുത്തിലാണ്. ചാടിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് കഴുത്തിലൊരു വളയം വെച്ചിട്ട് ചങ്ങലയിൽ ഇട്ടിട്ടായിരുന്നു കൊടുന്നിരുന്നത് അടിമച്ചന്തയിൽ നിന്ന്. ഇങ്ങനെ മനുഷ്യനായിട്ട് പോലും പരിഗണിക്കൂലായിരുന്നു. അങ്ങനെയുള്ള ഈ ബിലാൽ റളിയല്ലാഹു തന്നെ വളർത്തി കൊണ്ടുവന്ന് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്കൊരു സയ്യിദില്ല, നിങ്ങൾക്കറിയാം. പക്ഷേ ഞാൻ സയ്യിദെന്ന് വിളിക്കാൻ ഒരാൾ ആഗ്രഹിക്കാണ്. എനിക്ക് വല്ലാത്ത മോഹാണ് അദ്ദേഹത്തിനെ സയ്യിദെന്ന് വിളിക്കാൻ, നേതാവെന്ന് വിളിക്കാൻ. സയ്യിദി ബിലാൽ, അതെൻ്റെ ഈ ബിലാലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അതാണ്. അത് ചരിത്രം പറയാൻ നേരില്ല. ആദ്യത്തെ ദിവസം മുതലേ ഈത്തപ്പഴം കുത്തി രാത്രിയിൽ ഇരിക്കുന്ന സമയത്ത് രാത്രിയിൽ വന്നിട്ട് ബിലാലെ നിനക്ക് ഉറങ്ങണ്ടേ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാത്തൊരു പ്രകാശരൂപിയായ ഒരു മനുഷ്യൻ എന്നോട് വന്ന് ചോദിക്കാണ്. ഞാൻ കിടന്നുറങ്ങാൻ കിടന്നു, പക്ഷേ എനിക്ക് ഉറക്കം വന്നില്ല. പിറ്റേന്ന് രാത്രിയിൽ വന്നു, തളർന്ന് ഈത്തപ്പഴം കുത്തിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഈത്തപ്പഴം കുത്തി തന്നു. അപ്പോഴും ഞാൻ ആകെ ബേജാറായി, ഇത് ഏതു മനുഷ്യനാണ്, ഇദ്ദേഹം മലക്കാണോ എന്ന് പോലും ഇങ്ങനെ സംശയിച്ച ആ പ്രകാശരൂപത്തിലേക്ക് നോക്കി നിന്നു. മൂന്നാമത്തെ ദിവസം ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നട്ടപ്പാതിരയ്ക്ക് എൻ്റെ ഈത്തപ്പഴം കുത്താൻ വേണ്ടി മാത്രം എന്നെ ഖിദ്മത്ത് ചെയ്യാൻ വരുന്ന ആൾ നിങ്ങൾ ആരാണ്? പറഞ്ഞു, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് മുതലേ തുടങ്ങിയ ബന്ധമാണ്. അവസാനം വഫാത്തിൻ്റെ സന്ദർഭം, വഫാത്തോടു കൂടി ബിലാൽ റളിയല്ലാഹു തആല ഒരു കാര്യം തീരുമാനിച്ചു, ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത ഈ മദീനയിൽ ഞാൻ നിൽക്കുകയില്ല. റസൂലുള്ളാഹി ഒരുപാട് കാരണങ്ങളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. സഹോദരന്മാർ, അങ്ങനെ പോയി ദിമഷ്കിൻ്റെ ഭാഗത്തേക്ക്.
ചരിത്രം വായിച്ചവർക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ മനസ്സിലാക്കി തരുമാറാവട്ടെ. കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. ഉമർ റളിയല്ലാഹു തആലയുടെ ഭരണകാലഘട്ടം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല 2.5 കൊല്ലമാണ് ഖിലാഫത്ത് നടത്തിയത്. ഉമർ റളിയല്ലാഹു തആല 10.5 കൊല്ലമാണ് നടത്തിയത്. അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ വെച്ച് ബിലാൽ റളിയല്ലാഹു തആല തിരിച്ചു വരികയാണ്. ഏറ്റവും വലിയ സന്തോഷം, മദീനയിലെ മസ്ജിദുൻ നബവി മുഴുവൻ സന്തോഷം കൊണ്ടിങ്ങനെ അലതല്ലാണ്. ആ സന്ദർഭത്തിൽ ഹസ്സൻ റളിയല്ലാഹു തആലയെ കൊണ്ട് ചോദിപ്പിച്ചു. ഒരു താരീഖിൻ്റെ ഗ്രന്ഥപ്രകാരം ഉമർ റളിയല്ലാഹു തആല ഒന്ന് ബാങ്ക് കൊടുക്കാൻ പറയുന്നു. പഴയ ബാങ്കൊന്ന് കേൾക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ബാങ്കൊന്ന് കേൾക്കാൻ സഹാബാക്കൾ മോഹിക്കാൻ. ഹസ്സൻ റളിയല്ലാഹു തആല ചോദിച്ചു. ബിലാൽ റളിയല്ലാഹു തആല എന്ത് ചെയ്തു? സമ്മതിച്ചു. ബിലാൽ റളിയല്ലാഹു തആല മച്ചിൽ പുറത്തേക്ക് കയറി. ഇന്നും മസ്ജിദ് നബവിയിൽ പോയവർക്കറിയാം, അന്ന് ബിലാൽ റളിയല്ലാഹു തആല ബാങ്ക് കൊടുത്തിരുന്ന ആ പ്രദേശത്തിന് ഇന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. സഹോദരന്മാർ അവിടെ കയറിയിട്ട് ബിലാൽ റളിയല്ലാഹു തആല ബാങ്ക് കൊടുക്കുകയാണ്. താഴ്വാരത്തെ മുഴുവൻ ആ പഴയ ശബ്ദം പരന്നു. താരീഖിൻ്റെ ഗ്രന്ഥങ്ങൾ കാണാം. അതായത് കുട്ടിത്തം മാറി ഇങ്ങനെ മെല്ലെ യൗവനത്തിലേക്ക് കടക്കുന്ന സഹാബി മക്കൾ മെല്ലെ മസ്ജിദുൻ നബവിയിലേക്ക് ഓടാൻ തുടങ്ങി. ഓടുന്ന കൂട്ടത്തിൽ അവർ പറഞ്ഞു, അള്ളാൻ്റെ റസൂൽ വന്നേ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവർക്ക് തോന്നുകയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തിരിച്ചു വന്നതുപോലെ. സഹോദരന്മാരെ, സ്ത്രീകൾ പുറത്തേക്കിറങ്ങി അവർ പൂർണ്ണ ഹിജാബോട് കൂടി അവർ നോക്കുകയാണ് എന്ത് സംഭവിച്ചു എന്ന്. സഹോദരന്മാരെ, ആ സന്ദർഭത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞപ്പോഴേക്കും വിതുമ്പാണ്, കരയാണ്, വല്ലാത്തൊരവസ്ഥയിലായി പോവാണ്. സഹോദരന്മാരെ, നമുക്കത് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. ഒരിക്കലും നമ്മൾ ഹറമിലെ ഇമാം അദ്ദേഹം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അതിനെ വിശദീകരിച്ചുകൊണ്ടൊരു ഖുതുബ നടത്തി. ചില ആൾക്കാർക്കൊക്കെ മാഷാ അല്ലാഹ് അവരുടെയൊക്കെ ഇതിലുണ്ടായിരിക്കും ഈ ഫാത്തിഹ. ആ ഫാത്തിഹ അന്നത്തെ ദിവസം അദ്ദേഹം ഫാത്തിഹ ഓതിയപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എത്തിയപ്പോൾ ആ ഖുതുബ കഴിഞ്ഞിറങ്ങി ജുമാ നിസ്കരിക്കുകയാണ്. ആദ്യത്തെ റക്അത്തിൽ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹ് ഇങ്ങനെ തുടങ്ങി. എന്നിട്ട് റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു എന്നുണ്ട് പറഞ്ഞപ്പോത്തിന് തുടങ്ങി കരച്ചിൽ. ഏതാണ്ട് 2-3 മിനിറ്റ് ടൈം കിടന്ന് കളിക്കാൻ. അദ്ദേഹം എന്താ ഫാത്തിഹ അറിയാത്ത ആളാണോ? സഹോദരന്മാരെ, അതിൽ കിടന്നിട്ട് ഇയ്യാക നഅ്ബുദു ഇതുകൊണ്ട് പൂർത്തിയാകുന്നില്ല. കരഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇന്നത്തെ കാലഘട്ടത്തിലെ ഹറമിലെ ഇമാമിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു തആലയുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു തആല മുഹമ്മദ് അഷ്ഹദു അന്ന മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോഴേക്കും സഹോദരന്മാരെ കരഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ റാവി പറയുന്നുണ്ട്, അഥവാ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി പറയുന്നുണ്ട്, നമ്മൾ നോക്കിയപ്പോൾ ഏറ്റവും ശക്തമായി കരഞ്ഞത് മിമ്പറിൻ്റെ ഭാഗം ചാരിയിരുന്നു കൊണ്ട് കരയുന്നത് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല ആയിരുന്നു. കരഞ്ഞ് വല്ലാത്ത അവസ്ഥയിലേക്കായിപ്പോയി. സഹോദരന്മാരെ, ഈ സ്നേഹത്തിൻ്റെ പേരെന്താണ്? സ്വന്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പോലും ഉച്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു തആലയുടെ ഈ സ്നേഹത്തിൻ്റെ പേരെന്താണ്? സഹോദരന്മാരെ, നമ്മളുടെ സ്നേഹം എവിടെയാണ് കിടക്കുന്നത്? ഹസ്രത്ത് അബൂ ദുജാന റളിയല്ലാഹു തആല സഹാബാക്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു സഹാബിയാണ്. പക്ഷേ ഭയങ്കര ഇൻഫീരിയോറിറ്റിയുടെ ആളായിരുന്നു. ചരിത്രം വായിച്ചാൽ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കും, ഉസ്താസമ തിരിഞ്ഞു കഴിഞ്ഞാൽ തല താഴ്ത്തിക്കളയും. കാരണം സ്നേഹം കൊണ്ട് മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയാത്ത സഹാബി. ആ സഹാബി ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് പറയാണ്, ഈ കൈ എത്ര ഭാഗ്യം ചെയ്ത കൈയാണ്, ഈ മടിത്തട്ട് എത്ര ഭാഗ്യം ചെയ്ത മടിത്തട്ടാണ്, ഇതിൽ കിടന്നിട്ടല്ലേ സൗർ ഗുഹയിൽ കിടന്നുറങ്ങിയത് എൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കൈ പിടിച്ചുകൊണ്ടല്ലേ എപ്പോഴും നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂ ദുജാന, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്, അതൊരു വലിയ ആഗ്രഹമാണ്. മരിക്കുന്നതിന് മുമ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് മുആനക്ക ചെയ്യണം എനിക്ക് വല്ലാത്തൊരാഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കെട്ടിപ്പിടിക്കാൻ എനിക്ക് വല്ലാത്ത മോഹമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു നിങ്ങളുടെ ആഗ്രഹത്തെ പൂർത്തീകരിച്ചു തരട്ടെ. സഹോദരന്മാരെ, ഉഹുദിൻ്റെ സമരമുഖം വന്നു. അബൂ ദുജാന റളിയല്ലാഹു തആല ഓടി നടക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലതും പറ്റിയോ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഇന്നി ഖതൽതു മുഹമ്മദൻ അഊദു ബില്ലാഹ്, ഞാനിതാ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഈ ലോകത്ത് നിന്ന് വിട പറയിച്ചിരിക്കുന്നു എന്ന അവസ്ഥയിൽ വരെ വിളിച്ചു പറഞ്ഞു ശത്രുക്കൾ. ഈ സങ്കടം കൊണ്ട് അബൂ ദുജാന ഓടാൻ റളിയല്ലാഹു തആല. താരീഖിൻ്റെ ഗ്രന്ഥങ്ങൾ